ഇപ്പൊ ജോജോയും ആ പുതിയ ഫോണിൽ ലവ് അലാറം ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇവളുടെ പഴയ ഫോണിലെ മെസ്സേജ് എടുത്ത് നോക്കുമ്പോഴാണ് അവിടെ ഇവളുടെ ബോയ് ഫ്രണ്ട് സുൻഹോയെ ക്ലാസ്സിൽ വെച്ച് അടിച്ചു പൊട്ടിക്കുന്ന വീഡിയോ ഇവളാണ് കാണും. അതുകൊണ്ടാണ് അവളാണ് അത് കണ്ട് മൊത്തത്തിൽ പേടിച്ച് നേരെ അവനെ കാണാൻ വേണ്ടി ചെല്ലും. അപ്പോഴാണ് അവനും ഇവളെങ്ങനെ കിസ് ചെയ്തോണ്ട് അവൻ ദേഷ്യത്തെ അവിടെ നിന്ന് പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുക. അപ്പോഴാണ് ഇവൾ അവിടേക്ക് വരുന്ന കണ്ടിട്ട് ഇവൻ ആ കിസ് ചെയ്തൊക്കെ മറന്നേക്കാം. അതുകൊണ്ട് ഇവനോട് ഇപ്പൊ ബ്രേക്കപ്പ് ചെയ്യാനാ വന്നെങ്കിൽ അത് ഇവനോട് ചെയ്യേണ്ടെന്ന് പറയും. കാരണം ക്ലാസ്സിൽ വെച്ച് ഇവളുടെ ലവ് അലാറം അവന്റെ ഫോണിൽ റിങ് ചെയ്തെന്ന് പറയും. അപ്പോഴാണ് ഇത് കേട്ട് അവളാണ് ആ സമയത്ത് സത്യത്തിൽ ഇവളുടെ ലവ് അലാറം ആപ്പില്ലായിരുന്നു പറയും. അതുകൊണ്ട് ഇവന്റെ ഫോണിൽ അടിച്ച അലാറം ഇവളുടെ അല്ല. പക്ഷെ അതേപോലെ തന്നെ ഇപ്പൊ ഇവളെ ലവ് അലാറം ഇൻസ്റ്റാൾ ചെയ്തോണ്ട് ഇവളുടെ ഫോണിലും ലവ് അലാറം അടിച്ചിട്ടില്ലെന്ന് പറയും. അതായത് സത്യം പറയാണ് അവന് തന്നെ ഇവൾ ഇഷ്ടമല്ല. അതുകൊണ്ട് അവൾ അത് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ ഇവനാണ് ദേഷ്യത്തി ഈ ലവ് അലാറം അടിച്ചില്ലെന്ന് പറഞ്ഞ് ഇവൻ ഇവളോട് സ്നേഹം കള്ളമല്ലെന്ന് പറയും. കാരണം അവൻ അത്രയ്ക്ക് ഫീലിങ്സ് ഉണ്ടെന്ന് പറയുമ്പോൾ അവള് പക്ഷെ അത് നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് ഇവനെ ബ്രേക്കപ്പ് ചെയ്തിട്ട് അവിടെ നിന്ന് പോകും. അതേസമയം അടി വാങ്ങിച്ചുകൊണ്ട് വന്ന സുൻഹോയ്ക്ക് ഹേയോങ്ങിന്റെ അമ്മയാണ് മരുന്നിട്ടോണ്ടിരിക്കും. അപ്പോഴാണ് അവന്റെ അമ്മ അടുത്തിരുന്നോണ്ട് ഇനി ഇതേപോലെ അടി വാങ്ങിച്ചോണ്ട് വന്ന പിന്നെ എങ്ങനെ അവിടെ ക്യാമറയ്ക്കൊക്കെ പോസ് ചെയ്യുന്നെന്ന് പറഞ്ഞ് അവനെ വഴക്കുറയും. അപ്പോഴാണ് അവനും അടുത്തവണ ഇനി അടി വാങ്ങിക്കാതെ നോക്കിക്കോളാം പറഞ്ഞ് അവന്റെ അമ്മയെ സമാനപ്പെടുത്തി പറഞ്ഞേക്കും. ഇതേ സമയം ഇവിടെ ഹോട്ടലിൽ ഹെയ്യങ് വർക്ക് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് അവിടുത്തെ ഓണറും ഇന്ന് കുറച്ച് ബിസി ആയതുകൊണ്ട് ജോജയെ കട അടയ്ക്കുന്നവരെ ജോലി ചെയ്യാൻ വേണ്ടി പറയും. പക്ഷെ അവൾക്കാണ് ഇനി സൂപ്പർ മാർക്കറ്റിൽ ചെല്ലണം. അതുകൊണ്ട് അവള് പറ്റത്തില്ലെന്ന് പറയാൻ നോക്കുമ്പോൾ ആ ഓണർ സമ്മതിക്കത്തില്ല. അപ്പോഴാണ് ഇത് കണ്ടോണ്ടിരിക്കുന്ന ഹെയ്യങ്ങും അവൾക്ക് പകരം അവൻ ചെയ്യാന്ന് പറഞ്ഞിട്ട് ആ ഓണറിനോട് ചെന്ന് സംസാരിക്കും. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഹെയ്യും വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങുക. അപ്പോഴാണ് ഇവളുടെ ഫോണിലെ ലവ് അലാറത്തിൽ നിന്ന് സൗണ്ട് കേൾക്കുന്നത്. അങ്ങനെ അതും കണ്ടോണ്ട് അവൾ തിരിച്ച് വീട്ടിലേക്ക് ചെല്ലുമ്പോഴാണ് ഇവളെ സുൻഹയെ കുറിച്ച് ആലോചിച്ചോണ്ട് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അതേസമയം അവനിപ്പോ അവളെ കുറിച്ച് ഓർത്തോണ്ട് ഇവർ കിസ് ചെയ്ത സ്ഥലത്തേക്ക് വരുമ്പോഴാണ് ഇത്ര സമയം അവിടെ നിന്ന് അവള് ഇപ്പൊ അവിടെ കാണത്തില്ല. എന്നിട്ട് വർക്കെല്ലാം കഴിഞ്ഞിട്ട് ജോജോ അവളുടെ പുതിയ ഫോൺ താഴേക്ക് വെക്കുമ്പോഴാണ് ഇത് കണ്ട് അവളുടെ കസിനും നിനക്കാരടി പുതിയ ഫോൺ വാങ്ങിച്ചെന്ന് പറഞ്ഞ് ഇത് ഇവൾ കട്ടെടുത്താണെന്ന് ചോദിക്കും. അപ്പോഴാണ് അവളും ഇത് കട്ടെടുത്തൊന്നുമില്ല ഇവരുടെ സ്കൂളിൽ പഠിക്കുന്ന ഗൂ തന്നെയെന്ന് പറയുമ്പോൾ അത് അവൾ അപ്പം തന്നെ വെറുതെ താഴെ ഇട്ടിട്ട് ഇവന്റെ ഫോണൊക്കെ എന്തിനാടി വാങ്ങിച്ചോണ്ടെന്ന് പറഞ്ഞ് അവൾ തെറി വിളിച്ചോണ്ട് അവിടെ നിന്ന് പോകും. കാരണം അവന്റെ പേര് കേട്ടാൽ തന്നെ അവൾക്ക് ഇഷ്ടപ്പെടത്തില്ല. എന്നിട്ട് ഇപ്പൊ അടുത്ത ദിവസം സുൻഹോയുടെ ഡ്രൈവറാണ് ഒരേശം ഇവൻ ജോജയാണെങ്കിൽ ആ ഹെയ്യുങ്ങിനെ അവൻ ചൂസ് ചെയ്യത്തുള്ളെന്ന് പറയും. കാരണം അവനല്ലേ മാസമായിട്ട് അവളുടെ ബോയ് ഫ്രണ്ടിനെ കടിച്ചിട്ടെന്ന് പറഞ്ഞ് ഇവനും പറയുമ്പം സുൻഹയാണ് ജലസായിട്ട് ഗേൾസിന് ഫൈറ്റ് ചെയ്യുന്നവരല്ലേ ഇഷ്ടം അടി വാങ്ങിക്കുന്നവരെ ഇഷ്ടം എന്ന് പറഞ്ഞ് അവൾക്ക് ആരെ ഇഷ്ടം എന്ന് ലവ് അലാറം തീരുമാനിക്കട്ടെന്ന് പറയും. ഇതേ സമയം ഇവിടെ സ്കൂളിൽ വെച്ചാണ് ജോജോ സുൻഹയെ കിസ് ചെയ്ത വീഡിയോ മൊത്തത്തിൽ അങ്ങ് വൈറലാകും. അതുകൊണ്ട് അവളുടെ കസിനാണ് ദേഷ്യത്തി എത്ര ധൈര്യം ഉണ്ടെങ്കിൽ നീ അവനെ തട്ടിയെടുക്കാൻ നോക്കുമെന്ന് പറഞ്ഞ് ഇവളോട് ദേഷ്യപ്പെടും. കാരണം ഇവളുടെ കസിന് അവനോട് ക്രഷ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇവൾ കിസ് ചെയ്തുകൊണ്ട് ഇപ്പൊ എല്ലാവരുടെ ഫ്രണ്ട് വെച്ചും ഇവള് പൈസ ഇല്ലാതെ കഷ്ടപ്പെടുകയെന്നും അവളുടെ ഫാമിലിക്കും കുറെ കടം തീർക്കൊണ്ടെന്ന് അറിഞ്ഞും ഇവളെ കുറിച്ച് കുറെ താഴ്ത്തി പറയും. അങ്ങനെ അതിന്റെ കൂടെ തന്നെ ജോജോ അവളുടെ അമ്മയ്ക്കും അച്ഛനും ചെയ്ത ദ്രോഹം ഇപ്പൊ എല്ലാവരോടും പറയട്ടെ എന്ന് ചോദിക്കുമ്പോൾ ജോജോയാണ് ദേഷ്യത്തെ അവളെ പിടിച്ച് തള്ളിയിട്ടിട്ട് അത് അവളുടെ തെറ്റൊന്നുമില്ല അവളൊരു പക്ഷെ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ അവൾ അന്ന് മരിച്ചു പോയെന്നറിഞ്ഞ് അതിനെ കുറിച്ച് മിണ്ടി പോലും പറയും. അങ്ങനെ അതോടെ ഇവർ തമ്മിൽ കൂട്ടടിയാകുമ്പോൾ അവിടേക്ക് വന്ന സാറായിരിക്കും അവസാനം ഇവരെ പിടിച്ച് മാറ്റി നിർത്തുന്നത്. എന്നിട്ട് ക്ലാസ്സിൽ എല്ലാവരും കൂടെ ഇവർ തമ്മിൽ അടികൂടിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് ഇവളുടെ കൂട്ടുകാരിയും ജോജയെ മൈൻഡ് ചെയ്ത് അവിടെ ഇരിക്കും. കാരണം ഇവൾ കിസ് ചെയ്ത് വീഡിയോ അവളും കണ്ട്. അങ്ങനെ അവളുടെ ബോയ് ഫ്രണ്ട് ഇൻസിക്കിനെ ചയച്ചത് ഇവൾക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം അന്ന് ലവ് അലാറം അടിച്ചത് ഇവളുടെ ഫോണിൽ നിന്ന്. അതിനുശേഷം അവിടേക്ക് വന്ന് സുൻഹയാണ് ഇവളുടെ കൈ തരാൻ പറഞ്ഞിട്ട് അവൻ എല്ലാവരുടെ ഫ്രണ്ട് വെച്ചും അവളെയും വിളിച്ചോണ്ട് പുറത്തേച്ചില്ലും. അതോടെ എല്ലാവരും ഷോക്കായിരിക്കുമ്പോഴാണ് അവസാനം അവളും അവന്റെ കൈ തള്ളി മാറ്റി ഇവൾ അവനെ വിളിച്ചോണ്ട് അവിടെ നിന്ന് പോകും. എന്നിട്ട് അവളും ഇവനാണ് ഈ ഫോട്ടോസ് കിട്ടുന്ന പറഞ്ഞ് ചോദിക്കുമ്പോൾ അവനാണ് ഷോക്കായിട്ട് ഇത് ഞാൻ എടുത്തായിട്ട് നീ വിചാരിക്കുന്നുണ്ടോന്ന് അവളോട് ഞാൻ ചോദിക്കും. അപ്പോഴാണ് അവളുടെ ലവ് അലാറം കാണിച്ചിട്ട് എങ്കിൽ പിന്നെ നീ ചുമ്മാ ഇതൊക്കെ ടൈം പാസിന് ചെയ്താന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകാൻ നോക്കും. അപ്പോഴാണ് അവനും പറയുന്നത് ഇവന്റെ ലവ് അലാറം ആപ്പ് ഓഫ് ചെയ്ത് വെച്ചേക്കുവാന്ന്. അതിനുശേഷം അവൻ അവന്റെ ലവ് പ്രൂവ് ചെയ്ത് കാണിക്കാന്ന് പറഞ്ഞ് അവളെയും വിളിച്ചോണ്ട് പോകുമ്പോൾ ഇതേസമയം അവിടേക്ക് വരുന്ന ഹെയ്യും ആണ് ഇവരെ കണ്ട് പതിയെ ഇങ്ങനെ അടുത്തേക്ക് ചെല്ലും. അപ്പോഴാണ് അവർ രണ്ടുപേരും കൂടെ ലവ് അലാറം ആപ്പ് ഓൺ ചെയ്തിട്ട് നമ്മുടെ സ്നേഹം ഇത് മനസ്സിലാക്കി തരുമെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും പരസ്പരം അലാറം അടിക്കുന്നത് നോക്കിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് ഹെയ്യുങ്ങും അവൾക്ക് ഇവനോട് ഇഷ്ടമുണ്ടോന്ന് അറിയാൻ വേണ്ടി അവൻ അടുത്തേക്ക് ചെല്ലാൻ നോക്കുമ്പോൾ പെട്ടെന്ന് സുൻഹോയുടെ ഫോണിൽ ലവ് അലാറം അടിക്കും. അതുകൊണ്ട് അവന് സന്തോഷത്തി ഇവൾക്ക് അവൻ ഇഷ്ടമെന്ന് പറഞ്ഞ് ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ അവന്റെ ലവ് അലാറം അടിച്ചോന്ന് പറഞ്ഞ് അവളുടെ ഫോൺ കാണിക്കാൻ വേണ്ടി പറയും. അപ്പോഴാണ് അവിടെ ഹെയ്യും പോകുന്നിട്ട് ഇവന് പെട്ടെന്ന് അവന്റെ പുറയിലേക്ക് ചെല്ലും. അതിനുശേഷം അവനും ഞാൻ നിന്നെ ഒറ്റയ്ക്കാക്കാൻ വേണ്ടി ഒന്നല്ല ഇതൊക്കെ ചെയ്യുന്നതെന്ന് അവന് പറയാൻ വരുമ്പം ഹെയ്യും കാണിത് മനസ്സിലാക്കിയിട്ട് അവനോടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടെന്ന് പറയും. കാരണം ഇവൻ തന്നെ കണ്ട അവളുടെ ലവ് അലാറം ഇവന്റെ ഫോണിൽ അടിച്ചത്. അതുകൊണ്ട് അവൾക്ക് ഇവൻ ഇഷ്ടമെന്ന് അവന് ബോധ്യമായെന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകും. കാരണം ഇവർ തമ്മിൽ അഗ്രിമെന്റ് ചെയ്ത അവൾക്ക് ആരാണ് ഇഷ്ടം അതാ മെയിൻ എന്ന്. എന്നിട്ട് ഇവിടെ ക്ലാസ്സിലേക്ക് വരുന്ന ജോജയാണ് അവളുടെ കൂട്ടുകാരോട് വീണ്ടും സംസാരിക്കാൻ നോക്കുമ്പോൾ അവളാണ് ഒട്ടും തന്നെ മൈൻഡ് ചെയ്യത്തില്ല. അപ്പോഴാണ് അവളും ജോജോയോട് ദേഷ്യത്തി നീ സത്യത്തി ഇൻസിക്കിന്റെ കൂടെ ഡേറ്റ് ചെയ്തോണ്ട് അവന് കിസ് ചെയ്യാനാണില്ലെന്ന് പറഞ്ഞ് ഇവള് വഴക്കുറയുമ്പം അതേസമയം ജോജയും നീ എന്റെ ബെസ്റ്റ് ഫ്രണ്ടായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തല്ലേ സംസാരിക്കണമെന്ന് പറഞ്ഞ് ഇവള് ചോദിക്കും. അപ്പോഴാണ് അവളുടെ കൂട്ടുകാരിയും നിന്നെ സപ്പോർട്ട് ചെയ്യാനോ നീ അതിനെ എന്നെ ഒരു ഫ്രണ്ടായിട്ട് കണ്ടോ നീ അവനെ ബ്രേക്കപ്പ് ചെയ്ത കാര്യം എന്നോട് പറഞ്ഞില്ല കൂടാതെ ഞാൻ എപ്പോഴും കറങ്ങാൻ
വിളിക്കുമ്പോഴൊക്കെ നീ ട്യൂഷന് പോകുന്ന എന്നോട് കള്ളം പറഞ്ഞ് നിങ്ങളുടെ ഒരു കിസ് ചെയ്തോണ്ടിരുന്നപ്പോ ഞാൻ ആ സമയത്ത് നീ പറഞ്ഞ ട്യൂഷൻ സെന്ററിൽ പോയി തിരക്കായിരുന്നു. പക്ഷെ നിന്റെ പേര് അവിടെ രജിസ്റ്റർ പോലും ചെയ്തിട്ടില്ല. എന്നിട്ട് നീ എന്നെ ഒരു ഫ്രണ്ടായിട്ട് കാണുമെന്ന് പറയുന്നു. ഏതിന് അവളും കട്ട ദേഷ്യത്തിരിക്കും. കാരണം ജോജോ ജോലി ചെയ്ത് കഷ്ടപ്പെടുന്നൊന്നും ഇവരോട് പറഞ്ഞിട്ടില്ല. അങ്ങനെ അതിനുശേഷം ഉച്ചയ്ക്ക് എല്ലാവരും ഫുഡ് കഴിക്കുമ്പോഴാണ് സുൻഹയാണ് ജോജോ അന്വേഷിച്ചെന്ന് അവസാനം അവളുടെ കസിനോട് ഫോൺ നമ്പർ വയ്ക്കും. അപ്പോഴാണ് അവളാണ് സന്തോഷിച്ചിരിക്കും ഇവളുടെ നമ്പറാ ചോദിക്കാൻ വന്നിന്ന്. പക്ഷെ അവനാണ് ജോജോയുടെ നമ്പറാ ചോദിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരുടെ ഫ്രണ്ട് അവനാണ് കിട്ട്. ഇതേ സമയം അവള് പൈസ ഒന്നും ഇല്ലാത്തതുകൊണ്ട് സൂപ്പർ മാർക്കറ്റ് എക്സ്പയർഡ് ആയ ഫുഡായിരിക്കും കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് സുൻഹോ ഇവൾക്ക് മെസ്സേജ് അയച്ച് ഇവളെന്താ ഫുഡ് കഴിക്കാൻ വരാത്തെന്ന് പറഞ്ഞ് അവൾക്ക് മെസ്സേജ് ഇടും. അതുകൊണ്ട് അവളാണ് ഷോക്കായി ഇവൻ എങ്ങനെ നമ്പർ ഇട്ടെന്ന് പറഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കും. അതേസമയം ഇവർ ലവ് അലാറം പരസ്പരം ടെസ്റ്റ് ചെയ്തപ്പോൾ അവന് സത്യത്തിൽ ഇവളോട് ഇഷ്ടം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവളുടെ ഫോണിൽ ലവ് അലാറം അടിച്ചുകൊണ്ട് ഇവൾ ആ സമയത്ത് മൊത്തത്തിൽ അവളും നെർവസ് ആയി കാണും. അങ്ങനെ അതിനുശേഷം ഇവള് പുറത്തുനിന്ന് ഓടുന്നതൊക്കെ സുൻഹോയും കണ്ട് അവളുടെ അടുത്തേക്ക് വരുമ്പോഴാണ് ഇവൾ എന്റെ നമ്പർ എങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞ് അവനോട് ചോദിക്കും. അപ്പോഴാണ് അവനൊന്ന് മൈൻഡ് ചെയ്യാതെ നീ എന്തിനാ ഞാൻ മെസ്സേജ് റിപ്ലൈ ചെയ്യാത്ത ഏതിനെ പതിയെ ഞെരിങ്ങി ഇവളുടെ അടുത്തേക്ക് വരുമ്പം അവള് നാണിച്ചിട്ട് അവിടെ നിന്നെങ്കിൽ പോകും. അതിന് സ്കൂൾ കഴിഞ്ഞിട്ട് ഇവിടെ ജോജോയുടെ കൂട്ടുകാരിയും ഹിൻസിക്കിനെ സമാനപ്പെടുത്താൻ വേണ്ടി വന്നു കാണും. അപ്പോഴാണ് ജോജോ അവൾക്ക് മെസ്സേജ് അയച്ചേക്കുന്നത് ഇവർ തമ്മി സംസാരിച്ച് പ്രശ്നങ്ങളെല്ലാം തീർക്കാന്ന്. പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്യാതെ ഇവളും ഇവനോട് ജോജോയെ കുറിച്ച് പറഞ്ഞോണ്ടിരിക്കും അവൾക്ക് ആ സുൻഹോയ് കിസ്സേ നാണില്ലെന്ന്. അങ്ങനെ അവളെ കുറിച്ച് പറഞ്ഞോണ്ടിരിക്കുമ്പം ഇത് കേട്ട് ഹിൻസിക്കാണ് ഇവളെന്തിനാ അവർ കിസ് ചെയ്ത ഫോട്ടോ സ്കൂൾ മൊത്തത്തിൽ വൈറലാക്കിയാൻ ചോദിക്കും. കാരണം ഇവളായിരുന്നു സത്യത്തിൽ അവർ കിസ് ചെയ്തത് ഫോട്ടോ എടുത്ത്. അപ്പോഴാണ് അവളും ആ ഫോട്ടോ എടുക്കാനുള്ള കാരണം അവളെ കുറിച്ച് ഇവ മനസ്സിലാക്കാൻ വേണ്ടിയാന്ന് പറഞ്ഞ് അത് ഇവനെ മാത്രമേ അവൾ അയച്ചോളെന്ന് പറയും. അപ്പോഴാണ് അവനും എന്നാ പിന്നെ ഇവൾ അയച്ചോണ്ട് ഇവന്റെ ഫ്രണ്ട്സ് നോക്കി ചുമ്മാ ഇരിക്കുമെന്ന് പറഞ്ഞ് അവനും ദേഷ്യത്തിൽ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകാൻ നോക്കും. അപ്പോഴാണ് ഇവളും ഇവന് വേണ്ടിയല്ലേ ഇതൊക്കെ ചെയ്തെന്ന് പറഞ്ഞ് അവളും പറയുമ്പം അവന് മനസ്സിലാവും ഇവൾ സത്യത്തിൽ ഇവനെ ഫ്രണ്ടായിട്ടല്ല കാണുന്നത്. അന്ന് ക്ലാസ്സിൽ ലവ് അലാറം അടിച്ചത് ജോജോയുടെ അല്ല ഇവളുടെയാന്ന് മനസ്സിലാക്കി പറയും. അതിനുശേഷം ഇവിടെ വൈകിട്ട് ജോജോ ഹോട്ടലിൽ വർക്ക് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് സുൻഹയാണ് ഇവളെ കാണാൻ വേണ്ടി ആ കടയിലേക്ക് വരും. അതിനുശേഷം അവന് ഫുഡൊക്കെ ഓർഡർ ചെയ്യുമ്പോൾ ഇവൾക്ക് റെസ്റ്റ് കൊടുക്കാൻ വേണ്ടി അവനും ഫുഡൊക്കെ അവൻ എടുത്ത് വെച്ചോളെന്ന് പറഞ്ഞിട്ട് അവളെ പോകാൻ വേണ്ടി പറയും. അതിനുശേഷം അവൾ വർക്ക് കഴിഞ്ഞ് പോകുന്നവരെ ഇവന് വെയിറ്റ് ചെയ്തിട്ട് അവളുടെ പുറകെ ചെല്ലുമ്പോഴാണ് ഇവളിപ്പോൾ ഇവൻ എന്തോ വേണ്ടെന്ന് ചോദിക്കും. അപ്പോഴാണ് അവനും ഇവളുടെ ലവ് അലാറം ആപ്പ് ഒന്ന് ഓണാക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് അവളുടെ പുറകെ തന്നെ ചെല്ലുമ്പം അവള് നാണിച്ചിട്ട് അത് ഓണാക്കാതെ വീട്ടിലേക്ക് പോകും. അപ്പോഴാണ് അവനും പുറകെ തന്നെ വന്നോണ്ട് ലവ് അലാറം ആപ്പ് ഓണാക്കിയില്ല ഞാൻ ഇവിടുന്ന് പോകത്തില്ലെന്ന് ഇവനും പറഞ്ഞുകൊണ്ടിരിക്കുമ്പം അവൾക്കും വേറെ വഴിയില്ലാതെ അവസാനം രണ്ടുപേരും കൂടെ ലവ് അലാറം ആപ്പ് ഓൺ ചെയ്യും. അപ്പോഴാണ് രണ്ടുപേരുടെ ഫോണിലും അലാറം അടിക്കുന്നത്. അതുകൊണ്ട് അവർ സന്തോഷത്തിൽ നമ്മൾ തമ്മിൽ പരസ്പരം ഇഷ്ടത്തിലാന്ന് അറിഞ്ഞ് അവരും ചിരിച്ചുകൊണ്ടിരിക്കും. അതിനുശേഷം ഹേയിങ് വീട്ടിൽ നിന്ന് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് സുൻഹോ ഇവരെപ്പോഴും കാണുന്ന സ്ഥലത്ത് മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് അവനെ വിളിക്കും. അപ്പോഴാണ് അവൻ ആലോചിച്ച് നോക്കും അതായത് കൊച്ചിലെ ഇവനൊരു ടേബിളിന്റെ പുറകെ ഒളിഞ്ഞിരിക്കുമ്പോഴാണ് അവിടെ സുൻഹോടമ്മ വർക്ക് ടെൻഷന് കുറെ ഡ്രഗ് ഒക്കെ യൂസ് ചെയ്ത് കുടിച്ചുകൊണ്ടിരിക്കും. അതേസമയം അവിടേക്ക് വരുന്ന സുൻഹോയും അവന്റെ അമ്മയോട് അവൻ ഇംഗ്ലീഷ് ലെറ്ററൊക്കെ പഠിച്ചെന്നറിഞ്ഞ് പറഞ്ഞു നോക്കാൻ വരുമ്പം അവന്റെ അമ്മ ശല്യത്തി അവർ കുടിച്ചോണ്ടിരുന്ന മയക്കമരുന്ന് ഇവനെ കുടിക്കാൻ പറഞ്ഞിട്ട് അവരവിടെ നിന്ന് പോകും. അതിനുശേഷം അവിടേക്ക് വരുന്ന ഹെയ്യോങ് ആയിരിക്കും ആ തട്ടിക്കളഞ്ഞ് അവനെ സുരക്ഷിതാക്കുന്നത്. അതിനുശേഷം അവന് കുറച്ച് കുടിച്ചുകൊണ്ട് വയ്യായിരിക്കുമ്പം അടുത്തിരുന്ന് ഹെയ്യോങ് ആയിരിക്കും അവൻ എപ്പോഴും കൂടെ കാണുന്നറിഞ്ഞ് അവനെ സമാനപ്പെടുത്തുന്നത്. അങ്ങനെ ഇതൊക്കെ കാണിച്ചിട്ടിപ്പോ ഹെയ്യോങ് സുൻഹോയെ കണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കും. അതേസമയം ഇവിടെ ജോജോയുടെ കസിനും അവളുടെ മേക്കപ്പ് പ്രോഡക്റ്റ് ഒക്കെ ഇപ്പൊ ജോജോയ്ക്ക് ഷെയർ ചെയ്ത് കൊടുക്കുമ്പോഴാണ് അവൾക്ക് പിടികിട്ടി ഇവൾക്ക് എന്ത് ആവശ്യമുണ്ടെന്ന്. അതുകൊണ്ട് ജോജോയും താങ്ക്സ് പറഞ്ഞിട്ട് പോകാൻ നോക്കുമ്പോൾ അവളുടെ കസിനും പറയും ഇവൾക്ക് സുൻഹോ ഇഷ്ടമുള്ളതുകൊണ്ട് മര്യാദയ്ക്ക് ജോജോ അവന്റെ അടുത്ത് നിന്ന് മാറി നിൽക്കാൻ വേണ്ടി പറയും. അപ്പോഴാണ് ഇതോടെ ജോജോയാണ് അവള് പറ്റത്തില്ലെന്ന് അറിയുമ്പോൾ ഇവളുടെ കസിനും ദേഷ്യത്തി ഇവള് കാരണം അവളുടെ കുടുംബം കടത്തിലായെന്ന് അറിഞ്ഞ് അതിന്റെ കുറച്ച് കടപ്പാടെങ്കിലും കാണിക്കാൻ പറയുമ്പോൾ ജോജയും അവൾക്ക് സുൻഹോയെ വിട്ടുകൊടുക്കാൻ പറ്റത്തില്ലെന്ന് അറിഞ്ഞ് അവള് പുറത്തേക്ക് അങ്ങ് ചെല്ലും. അതേസമയം തന്നെ ഈ ലവ് അലാറം ആപ്പ് കാരണം ഇപ്പൊ കുറെ പ്രശ്നങ്ങൾ വന്നോണ്ടിരിക്കുക. അങ്ങനെ രാത്രി ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോയിരുന്ന സ്ത്രീയെ ഒരാൾ ഫോളോ ചെയ്ത് വന്ന് കാണും. പക്ഷെ അവളുടെ ഫോണിൽ ലവ് അലാറം അടിച്ചുകൊണ്ട് അവൻ ഇഷ്ടമുള്ളതുകൊണ്ടൊന്നും ചെയ്യത്തില്ലെന്ന് വിചാരിച്ച് അവള് ഫ്രീ ആയിട്ട് വിട്ട് കാണും. പക്ഷെ പുറകെ വന്ന അവനും ഇവളെ ആക്രമിച്ചുകൊണ്ട് ഇപ്പൊ ന്യൂസിലൊക്കെ നമുക്കൊരാൾ ഇഷ്ടമെന്ന ലവ് അലാറം ആപ്പിൽ കാണിച്ചാലും അത് നമ്മളെ സേഫ് ആയിട്ട് നിർത്തുന്ന ഉറപ്പാക്കണ്ടെന്ന് ന്യൂസ് മൊത്തത്തിൽ വൈറലായിക്കൊണ്ടിരിക്കും. അതേസമയം ഈ ന്യൂസൊക്കെ ഈ ആപ്പ് ക്രിയേറ്റ് ചെയ്ത ഗൂവും കണ്ടോണ്ടിരിക്കുക. അതിനുശേഷം ഇങ്ങനെ ഒരു സംഭവം നടന്നുകൊണ്ട് അടുത്ത ദിവസം സ്കൂളിൽ വെച്ച് സാറുമാരൊക്കെ തീരുമാനം എടുക്കും ഇനി പിള്ളേരാരും തന്നെ ലവ് അലാറം ആപ്പ് ഇവിടെ യൂസ് ചെയ്യില്ലെന്ന്. അതുകൊണ്ട് ക്ലാസ്സിൽ വന്ന സാറുമാരൊക്കെ ഇനി തൊട്ട് സ്കൂളിൽ ഈ ആപ്പ് ബാനാന്ന് പറയുമ്പോൾ പിള്ളേരെല്ലാം കൂടെ ശബ്ദം ഉണ്ടാക്കി അതൊന്നും പറ്റത്തില്ല സാറേ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ശബ്ദം ഉണ്ടായിക്കൊണ്ടിരിക്കും. അതേസമയം തന്നെ ഇവിടെ സുൻഹോയും ജോജയ്ക്ക് അവന്റെ ഫോട്ടോയൊക്കെ അയച്ചു കൊടുത്ത് ഇവൾ ഇംപ്രസ് ആയെന്നൊക്കെ ചോദിച്ചോണ്ടിരിക്കും. അതുകൊണ്ട് അവൾ അത് കണ്ട് ചിരിക്കും. അതിനുശേഷം സ്കൂളിൽ കഴിഞ്ഞ് ഇവളും പുറത്തേക്ക് ചെല്ലുമ്പോഴാണ് ഇവളുടെ കൂട്ടുകാരാണ് ഇവൾ ഒട്ടും തന്നെ മൈൻഡ് ചെയ്യത്തില്ല. അപ്പോഴാണ് അവിടേക്ക് വരുന്ന ഗൂവും ഇവളുടെ കസിനെ തന്നെ നോക്കി വിഷമിച്ച് ഒരേ ശിവൻ ലവ് അലാറം കൊണ്ട് ഇവന്റെ സ്നേഹം അവൾക്ക് മനസ്സിലായി കൊടുത്തില്ലായിരുന്നെങ്കിൽ
ചെയ്തിരുന്നെങ്കിൽ അവൾ മൈൻഡിങ്ങിൽ ചെയ്തേനെന്ന് പറഞ്ഞ് ഇവനിപ്പോൾ അപ്സെറ്റ് ആയിരിക്കും. അപ്പോഴാണ് ഇത് കാണുന്ന ജോജോ ആയിരിക്കും അവനെ സമാധാനപ്പെടുത്തുന്നത്. എന്നിട്ട് അവിടേക്ക് വരുന്ന സുൻഹോയും അവളുടെ കൂടെ ഇപ്പോൾ ഒരുമിച്ച് വീട്ടിലേക്ക് ചെല്ലുമ്പോഴാണ് അവിടെ കുറെ പിള്ളേരൊക്കെ ഒരു ഐഡലിന്റെ ഫോട്ടോ കണ്ട് സെൽഫി എടുത്തോണ്ടിരിക്കും. അപ്പോഴാണ് ജോജോയും അവനെ കാണാൻ പൊളിയെന്ന് പറഞ്ഞ് വായി നോക്കുമ്പോൾ ഇവൻ അവളുടെ കണ്ണടച്ചിട്ട് ഇനി മേലെ മറ്റുള്ളവരെ കുറിച്ചൊന്നും എന്നോട് പറയില്ലെന്ന് അവൻ കുറെ ജലസാകും. എന്നിട്ട് അവൾ സൂപ്പർ മാർക്കറ്റിൽ വർക്ക് ചെയ്യാൻ വേണ്ടി പോകുമ്പോഴാണ് ഇവളുടെ ആന്റിയാണ് ഇവളിട്ട് അടിച്ചിട്ട് ഇവൾ നിന്നെ സ്കൂളിൽ വെച്ച് അവരുടെ മോളായിട്ട് അടി ഉണ്ടാക്കാൻ ചോദിക്കും. അങ്ങനെ നിന്നെ വീട്ടിൽ വെച്ചേക്കുന്ന എന്റെ മോളെ അടിക്കാനാണെന്ന് അറിഞ്ഞ് അവരും കുറെ വഴക്കുറയുമ്പം അവൾ എന്തോ പറഞ്ഞെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ നോക്കും. പക്ഷെ ഇവളുടെ ആന്റിയാണ് അതൊന്നും കേൾക്കാതെ നിനക്ക് പുതിയ ബോയ് ഫ്രണ്ടാന്ന് അറിഞ്ഞായിരുന്നില്ല, അവനാണ് ഈ ഫോണൊക്കെ വാങ്ങിച്ചു തന്നെ, നീ നിന്റെ അമ്മയെ പോലെ തന്നെ, ഇനി മേലെ എന്റെ മകളെ ശല്യപ്പെടുത്തി പോകല് എന്നിന് അവരും ദേഷ്യത്തിൽ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും. അതേസമയം ഇവിടെ വീട്ടിൽ സുൻഹോയുടെ അമ്മയും ഇവളാരാണ് നിന്റെ ഗേൾ ഫ്രണ്ട് ആണെന്ന് അറിഞ്ഞ് അവര് കണ്ടുപിടിക്കും. അപ്പോഴാണ് അവനും ഇവളെ കാണാൻ കൊള്ളാലോ അമ്മയെന്ന് അറിഞ്ഞ് അവനെ ഫോട്ടോ കാണിച്ചു കൊടുക്കുമ്പോൾ അവന്റെ അമ്മയാണ് എന്തായാലും നീ സീനിയർ ആകാൻ പോകുന്നുണ്ട്, നിന്റെ ലവ് ഒക്കെ ലിമിറ്റ് തന്നെ വെച്ചെന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് പോകും. എന്നിട്ട് ഇപ്പൊ അടുത്ത ദിവസം സുൻഹോയും നേരത്തെ തന്നെ സ്കൂളിൽ ചെല്ലും. കാരണം ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഇവനെ ജോജയെ ബിൽഡിങ്ങിന്റെ മുകളിൽ വെച്ച് കാണണമെന്ന് പറഞ്ഞ് അവൾക്ക് മെസ്സേജ് ഇട്ടേക്കും. അതുകൊണ്ട് അവൾ അതുകൊണ്ട് സന്തോഷത്തിൽ സ്കൂളിലേക്ക് ചെല്ലുമ്പോഴാണ് ഇവിടെ ഹെയ്യുങ്ങും സൈക്കിളിൽ സ്കൂളിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ജോജയെ കണ്ടിട്ട് അവൻ പെട്ടെന്ന് സഡൻ ബ്രേക്ക് പിടിക്കും. കാരണം അവളുടെ ലവ് അലാറാം ആപ്പിൽ ഇവൻ ഇഷ്ടമെന്ന് കാണിക്കാതിരിക്കാൻ വേണ്ടിയാ. അതുകൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവസാനം ഇവന്റെ കൈ മൊത്തത്തിൽ മുറിഞ്ഞു. എന്നിട്ട് സ്കൂളിലേക്ക് പോകുന്ന ജോജയും സുൻഹയെ കാണാൻ വേണ്ടി ചെല്ലുമ്പോഴാണ് പെട്ടെന്ന് ഇവളുടെ ലവ് അലാറാം ആപ്പ് റിങ്ങിയെന്നുണ്ട്. സുൻഹ അതിനുമ്പ് വന്നോന്നറിഞ്ഞ് അവൾ സന്തോഷത്തിൽ നോക്കും. അപ്പോഴാണ് ഇവൾക്ക് മനസ്സിലാവുന്ന ഇവളുടെ ഫോണിൽ ഇപ്പൊ അലാറം അടിച്ചത് സുൻഹോയുടെ അല്ല ഹെയ്യോങ്ങിന്റെ ആണെന്ന്. അതുകൊണ്ട് അവന് പെട്ടോ എന്നറിഞ്ഞ് അവിടെ മൊത്തം ഷോക്കായിരിക്കും. അതിനെ ഇവളുടെ ഫോണിലെ ലവ് അലാറം ഒന്നും കൂടെ അടിക്കുമ്പോഴാണ് അവിടേക്ക് സുൻഹോ ഇവളെ കണ്ട് അടുത്തേക്ക് വരും. അപ്പോഴാണ് ഇവൾക്ക് മനസ്സിലാവുന്ന സുൻഹോ അല്ലാതെ അവന്റെ കൂട്ടുകാർ ഹെയ്യോങ്ങിനും ഇവൾ ഇഷ്ടമാണെന്ന്. അങ്ങനെ ആ ഒരു സീനോടെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ എഴുതിയിരുന്നു. ഇതിനേശം എന്തൊക്കെ സമയത്ത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. സോ വെയിറ്റ് ചെയ്യുന്നവരൊക്കെ ഇപ്പൊ തന്നെ വീഡിയോക്ക് ലൈക്ക് ഇട്ടോ.